അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കർമ്മ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ കരയിക്കുവാൻ തമ്പുരാനെ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ജഡത്തിൽ മരിക്കി നിദ്ര പ്രാപിച്ച എല്ലാവരെയും തന്നെ മന്നത്താ ജീവിപ്പിക്കുകയും ചെയ്ത ജീവനുള്ളവനും ആത്മാക്കളുടെ സകലജടങ്ങളുടെയും നാവിനെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും കരയേറ്റി സകലാത്മാക്കളെയും കയ്യിൽ വഹിക്കുകയും ചെയ്തനുമായ തനിക്ക് സ്തുതി. ഞങ്ങളുടെ വാങ്ങിപ്പോരെ ഓർക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാവുന്നു. പുണ്യവുമോ സ്വതഹായ കർത്താവേ, നീ ഉദിച്ച് സ്വർഗമേഖലയിൽ നിന്നുള്ള നേരത്ത് ഗബ്രിയേലും മീകായേലും തിരുസന്നിധിയിൽ കാണാനെടുക്കുന്നു. പാറകൾ പിളരുന്നു, കബറുകൾ പൊളിയുന്നു, മരിച്ചവർ ഉദാനം ചെയ്യുന്നു. സൂര്യൻ ഇരുളുന്നു, ചന്ദ്രൻ മറയുന്നു, നക്ഷത്രങ്ങൾ പ്രകാശരഹിതങ്ങളായി തീരുന്നു. ലോകബന്ധം വിച്ഛേദിക്കപ്പെടുകയും സൃഷ്ടികളുടെ യോജിപ്പ് വിയോജിക്കപ്പെടുകയും പ്രപഞ്ചം ശൂന്യമാവുകയും ആകാശം ചുരുണ്ട് മാറ്റപ്പെടുകയും ചെയ്യുമ്പോൾ കരുണയുള്ളവനായ കർത്താവേ, ന്യായവിധിയുടെ ഭയങ്കരമായ സമയത്ത് ഞങ്ങളെ വാങ്ങുമ്പോൾ പ്രത്യേക ഞങ്ങളിൽ ഓർമ്മയിരിക്കുന്ന ഈ ദാസരോട് നിനക്ക് മനസ്സലിവ് തോന്നണമേ. അനന്തമായ ന്യായവിധിയിലേക്ക് നീ ഇവരെ പ്രവേശിപ്പിക്കരുതേ. അബ്രാഹ്മിന്റെ മടി ഇമ്പങ്ങളുടെ പർദീസേ നാഥ, ഞങ്ങളെ വാങ്ങിപ്പോരെ നീ ആശ്വസിപ്പിക്കണമേ. എന്തെന്നാൽ നീ നല്ലവനും ദാനങ്ങളിൽ സമ്പന്നനും മറ്റു സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. എന്റെ നാഥ, ഞങ്ങൾ നിനക്ക് നിവേദനാഥനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ